ആൾക്കാർ ഇപ്പോഴും അവിടെ നിൽക്കുന്നത് സേഫാണോ? അത് ആ സൈഡ് വാളിലൊക്കെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ പേടി വരുന്നു. ആൾക്കാർ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് സേഫാണോ? ദേശീയപാത അതോറിറ്റിയിൽ പ്രതികരണമുണ്ടോ? അവർ ആൾക്കാർ എത്തുമോ? കളക്ടർ എപ്പോഴാണ് എത്തുക? എന്താണ് കൂടുതൽ വിവരങ്ങൾ? നിലവിൽ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് സ്ഥലത്ത് ഉള്ളത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഡീവിയേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്ത് ഇക്കട്ടത്തിൽ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ എപ്പോഴേക്ക് ഉന്നത ഉദ്യോഗസ്ഥർ എത്തുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സർ, ഈ ഡീവിയേഷൻ നമ്മളിപ്പോൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഡീവിയേഷൻ ഇപ്പോൾ കുട്ടിയം ജംഗ്ഷനിൽ നിന്ന് കണ്ണാലൂരിന്ന് മീയണ്ണൂർ വഴി ഇത്തിക്കര വന്ന് കയറാൻ ഒരു റൂട്ട്, കൂടാതെ ആയൂര്, ബാക്കിയെല്ലാ ഈ വഴിയുള്ള എല്ലാ ഗതാഗതവും പൂർണ്ണമായിട്ടും നിർത്തിയേക്കാണ്. കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല. വാഹനങ്ങൾ എടുക്കാനുള്ള നടപടികൾ ഉടനെ എടുക്കുന്നതാണ്. അത് കൂടുതൽ അപ്പുറത്തെ സൈഡ് ചിലപ്പോൾ സൈഡിലും ഇതേ പ്രശ്നം ഉണ്ടാവും, നാട്ടുകാർക്ക് ഭയമുണ്ട്. അതെ, അത് നോക്കുന്നുണ്ട്. ഈ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ടോ ഇപ്പോഴേ? ഏത് വഴി? ഇല്ല, അത് നിർത്തിയിട്ടുണ്ട്. വൺ സൈഡ് മാത്രമേ ഉള്ളൂ. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിരുന്നു. എല്ലാവരും ബന്ധപ്പെട്ട് അവരെപ്പോഴേ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസും അരമണിക്കൂറായിട്ട് ഡീവിയേഷൻ നടക്കുന്നുണ്ട്. അപ്പം തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള വെഹിക്കിളുകൾ ഒന്നും തന്നെ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള നടപടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ACP അലക്സാണ്ടർ തങ്കച്ചനാണ്. അദ്ദേഹം പറഞ്ഞത് ഡീവിയേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇതുവഴി രണ്ട് സൈഡിലൂടെയും, അതായത് ഈ ദേശീയപാതയുടെ ഇരുവശത്തൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.